എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി വേർണലൈസേഷൻ. ചെടികൾ പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന രീതി അറിയപ്പെടുന്നത് വെർണലൈസേഷൻ എന്നാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് വിഷുവങ്ങൾ. വിഷുവങ്ങൾ എന്നാണ് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ രക്തവാഹികൾ മഹാധമനി. മഹാധമനികളാണ് ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ രക്തവാഹികൾ. ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ. കീർത്തി മന്ദിർ എന്നാണ് ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. ജയ്പൂറാണ് പിങ്ക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള സംസ്ഥാനം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സയനൈഡ് വിഷബാധിതരുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ്. സയനൈഡ് വിഷബാധിതരുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം തയോസൾഫേറ്റ്. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ എന്നറിയപ്പെടുന്നത്. രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യവ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത് അയനാന്തങ്ങൾ. അയനാന്തങ്ങൾ എന്നാണ് രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യവ്യത്യാസം കൂടുതലായി അനുഭവപ്പെടുന്ന ദിവസങ്ങൾ അറിയപ്പെടുന്നത്. നദികൾ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപ് നദീജന്യ ദ്വീപ്. നദികളിൽ എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന ദ്വീപാണ് നദീജന്യ ദ്വീപ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറമാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകളാണ് ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ. ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലു. വീരേശലിംഗം പന്തുലുവാണ് ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. സൂര്യോദയത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. ഉദയ്പൂറാണ് സൂര്യോദയത്തിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം സാരാനാഥ്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം സാരാനാഥാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പെഡോളജി. പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു
ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്? മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളക്. കുരുമുളകാണ് മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനം. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇന്ത്യ ഗവൺമെൻറ് നിർമ്മിച്ച അന്റാർട്ടിക്കയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യ ഗവൺമെൻറ് നിർമ്മിച്ച അന്റാർട്ടിക്കയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം. നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബീഹാർ. ബീഹാറിലാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപിക. ദീപികയാണ് ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയാണ് 0 ഡിഗ്രി രേഖാംശ രേഖ. അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത് 2011. 2011 അന്തർദേശീയ രസതന്ത്ര വർഷമായി ആചരിച്ചത്. ഗുരുപർവ് ഏത് മതക്കാരുടെ ആഘോഷമാണ്? സിഖ്. സിഖ് മതക്കാരുടെ ആഘോഷമാണ് ഗുരുപർവ്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് നാസിക്. നാസിക്കാണ് ഇന്ത്യയുടെ മുന്തിരി നഗരം എന്ന് അറിയപ്പെടുന്നത്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപാണ് പ്രചാരണ പരിപാടി അവസാനിപ്പിക്കേണ്ടത്? 48 മണിക്കൂർ. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തമാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്നത് രാമനമ്പി. രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ ആരാണ്? PK നാരായണൻ നമ്പ്യാർ. PK നാരായണൻ നമ്പ്യാർ ആയിരുന്നു വാദ്യകലാകാരനുള്ള ആദ്യത്തെ പത്മശ്രീ ബഹുമതി നേടിയ കലാകാരൻ. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം GV രാജ പുരസ്കാരം. കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടൈൻ. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ബ്യൂട്ടൈൻ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ക്രയോജനിക്സ്. ക്രയോജനിക്സ് എന്നാണ് വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? രാജ് നാരായൺ ബോസ്. രാജ് നാരായൺ ബോസിനെയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ അഥവാ നാഡീകോശം. ന്യൂറോണാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. ലോഗരിതം ടേബിൾ കണ്ടെത്തിയത് ജോൺ നേപ്പിയർ. ജോൺ നേപ്പിയർ ആയിരുന്നു ലോഗരിതം ടേബിൾ കണ്ടെത്തിയത്. ഒരു നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് അതിൻ്റെ താപനിലയെയാണ്. ഒരു നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് അതിൻ്റെ താപനിലയെയാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. വയനാട്ടിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളം. കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നത്.
ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനം ആയത് 2018 മെയ് 1 മുതൽ. 2018 മെയ് 1 മുതലായിരുന്നു കേരളം സമ്പൂർണ്ണ നോക്കുകൂലി വിമുക്ത സംസ്ഥാനം ആയത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനം ഏതാണ്? ഉലുവ. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനമാണ് ഉലുവ. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. എന്നാണ് അന്താരാഷ്ട്ര സമുദ്രദിനം? ജൂൺ 8. ജൂൺ 8 അന്താരാഷ്ട്ര സമുദ്രദിനം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണം ആൽഫ കണം. ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ആൽഫ കണം. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏതു രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യ. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ റഷ്യയുടെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. അമ്പുകുത്തിമലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അറിയപ്പെടുന്നത് ഗ്ലൈക്കോജൻ എന്നാണ്. ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേയാണ് ഡൈനാമോ കണ്ടുപിടിച്ചത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുചാലകങ്ങൾ. കുചാലകങ്ങൾ എന്നാണ് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ എക്കൽ സമതലം ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായ എക്കൽ സമതലം. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്. ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഏറ്റവും വലിയ പവിഴപ്പുറ്റ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ടോളമി. ടോളമിയാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. അടക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് അടക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ല എറണാകുളം. വ്യവസായവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. മലപ്പുറത്താണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1911. 1911 കൊൽക്കത്തയിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്. ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്ന പേര് ഹൈഡ്രേറ്റഡ് മാഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മാഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ് ടാൽക്കം പൗഡർ രാസപരമായി അറിയപ്പെടുന്നത്. ജിപ്സം 373 കെയിൽ ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസായി മാറും. ജിപ്സം 373 കെൽവിനിൽ ചൂടാക്കിയാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസായി മാറുന്നു. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ്. തലാമസ് ആണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി
നീലത്തിമിംഗലം. നീലത്തിമിംഗലമാണ് ഹൃദയമിടിപ്പ് ഏറ്റവും കുറവുള്ള ജീവി. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്താ സിൻഹ. ശാന്താ സിൻഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യമാണ് ക്ലോറല്ല എന്ന സസ്യം. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. പ്ലാസ്മയിലാണ് രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപകൻ. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഇന്ദ്രാവതി നദിയിൽ. ഛത്തീസ്ഗഡിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത്. അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? സാത്രിയ. സാത്രിയ എന്ന നൃത്തരൂപമാണ് അസമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഉദയസൂര്യൻ്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. മക്മോഹൻ രേഖയാണ് ഇന്ത്യയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത് ഭാഗ്യവിധാത. ഭാരത് ഭാഗ്യവിധാത എന്ന പേരിലായിരുന്നു ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഒരു ലോഹത്തെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്നാണ് ഒരു ലോഹത്തെ അടിച്ചുപരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്ന സവിശേഷത അറിയപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നത് മംഗളവനം. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? രാജാ ഹരിശ്ചന്ദ്ര. രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ കോർപ്പറേഷനാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഏതാണ്? ഘാഗർ. ഘാഗർ നദിയാണ് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ ഒരു നദി. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാർ. ചിന്നാർ വനപ്രദേശമാണ് നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം. കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എന്നാണ് കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു. ഉറുദു ഭാഷയാണ് ഇന്ത്യയുടെ കോഹിന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഷ. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഉത്പതനം. ഉത്പതനം എന്നാണ് ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.